ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിത്യവിസ്മയങ്ങളിലേക്ക് സ്വാഗതം. വിശുദ്ധ ചാൾസ് ബൊറോമിയോ, ഇറ്റലിയിലെ ഒരു മഹാവിശുദ്ധൻ. 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഈ വിശുദ്ധൻ ഏറെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. 1538 ജനിച്ച് 1584 നിത്യതയിലേക്ക് യാത്രയായ ഒരു വ്യക്തി. വൈദികനോ മെത്രാനോ ആകുന്നതിന് മുമ്പ് തന്നെ കർദിനാൾ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ കൂടി അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ഉത്തര ഇറ്റലിയിൽ 1538 ഒക്ടോബർ 2 മഗിയോരെ തടാകത്തിന് സമീപത്തായിട്ട് ബൊറോമിയൻ ഫാമിലിയിൽ ആറോന കൊട്ടാരത്തിലെ ഗിൽബർട്ട് ബൊറോമിയ പ്രഭുവിൻ്റെയും മാർഗരറ്റ് ഡി മെദീച്ചിയുടെയും മകനായിട്ടാണ് അദ്ദേഹം ജനിക്കുന്നത്. പ്രഭു കുടുംബത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും സാധ്യതകളും അനുഭവിച്ചുകൊണ്ട് ഒരു വലിയ സമ്പത്തിൻ്റെ നടുവിലേക്ക് പിറന്നു വീണ ഒരു വ്യക്തി എന്ന നിലയിലാണ് അദ്ദേഹത്തെ നമ്മൾ കണ്ടുമുട്ടുന്നത്. മെദീച്ചി കുടുംബം ആ കാലഘട്ടത്തിന് തന്നെ, പ്രത്യേകിച്ചും മധ്യകാലഘട്ടത്തിൽ തന്നെ ഇറ്റലിയുടെ പ്രവർത്തനങ്ങളെ, മിലാൻ്റെയൊക്കെ സാമ്പത്തിക നിലകളെ തന്നെ നയിച്ചുകൊണ്ടിരുന്ന ഒരു ഫാമിലിയാണ്. ബൊറോമിയൻ മെദീച്ചി കുടുംബത്തിൻ്റെ ഒക്കെ വലിയ പ്രത്യേകതകളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ആ കാലത്തിൻ്റെ എല്ലാ സാധ്യതകളും, ഭൗതികമായ തരത്തിലുള്ള വളർച്ചാ സാധ്യതകളെല്ലാം മുൻപിലുണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന് നമ്മൾ ഇദ്ദേഹത്തെക്കുറിച്ച് തിരിച്ചറിയണം. പക്ഷേ കേവലം 12 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്നപ്പോൾ അദ്ദേഹം അപ്പനോട് പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ സ്വത്തിൻ്റെ അവകാശം ഒന്നും കാര്യമായിട്ട് വേണ്ട, അത് മുഴുവൻ എൻ്റെ അനുദിന ചിലവിനുള്ളത് ഒഴികെ ബാക്കിയുള്ളത് മുഴുവനും പാവപ്പെട്ടവർക്ക് കൊടുക്കണം. കേവലം 12 വയസ്സുള്ളപ്പോൾ ടീനേജിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞൊരു കാലത്ത് ഇത്രയും വലിയൊരു തീരുമാനമെടുത്ത് സ്വന്തം അപ്പനോട് അത് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഗിൽബർട്ട് ബൊറോമിയ പ്രഭു തന്നെ അത്ഭുതപ്പെട്ടു പോയി ഈ മകൻ്റെ ഈ വാക്കുകളിൽ. പക്ഷെ അദ്ദേഹം അതിനൊക്കെ വശംവദനാകുന്നു, അതിന് സ്വയം വിട്ടുകൊടുക്കുന്നു. നല്ല ഉറച്ച ദൈവവിശ്വാസവും ബോധ്യങ്ങളുമുള്ള ഒരു കുടുംബമായിരുന്നു അവരുടേത്. ഇദ്ദേഹത്തിൻ്റെ തന്നെ അങ്കിൾ, ചാൾസ് ബൊറോമിയോയുടെ അങ്കിൾ കാർഡിനൽ അഞ്ചലോ മെദീച്ചി പിന്നീട് താമസിയാതെ തന്നെ മാർപ്പാപ്പയായിട്ട്, പിയൂസ് 4 മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണ് 1559. പിയൂസ് മാർപ്പാപ്പായുടെ പ്രത്യേക സ്വാധീനവും അദ്ദേഹത്തിന് ഈ കുട്ടിയെക്കുറിച്ചുള്ള ചിന്തകളും എല്ലാം ചാൾസിനെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുകയാണ്. കേവലം 22 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന സമയത്താണ് പിയൂസ് 4 പാപ്പ, അദ്ദേഹത്തിൻ്റെ തന്നെ അങ്കിൾ, അദ്ദേഹത്തെ കർദിനാൾ സ്ഥാനത്തേക്ക് ഉയർത്തുകയും വത്തിക്കാൻ ക്യൂരിയായുടെ തന്നെ പ്രധാനപ്പെട്ട ചില ദൗത്യങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്തത്. ട്രെൻറ്റോ സൂനദോസ് മുടങ്ങിക്കിടന്നിരുന്ന ഒരു കാലഘട്ടമാണത്. ട്രെൻറ്റോ സൂനദോസിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കണ്ണിയായിട്ട് തന്നെ ചാൾസ് ബൊറോമിയോ മാറുകയാണ്. വത്തിക്കാനിലെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണമായ പ്രവർത്തനങ്ങളും ഒക്കെ അതിന് മുതൽക്കൂട്ടായി മാറുന്നുണ്ട്. വളരെ ശ്രദ്ധേയമായ, ഒരുപക്ഷെ 2-ാം വത്തിക്കാൻ കൗൺസിലിന് മുമ്പ് നടന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു കൗൺസിലാണ് ട്രെൻറ്റോ സൂനദോസ്, അല്ലെ ട്രെൻറ്റ് കൗൺസിൽ. ഈ കൗൺസിലിൻ്റെ തന്നെ ഒരു വീണ്ടുമുള്ള പ്രവർത്തനങ്ങൾ, അതിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നതിന് ഒരു പങ്ക് വഹിക്കുവാൻ വിശുദ്ധ ചാൾസ് ബൊറോമിയോയ്ക്ക് അങ്ങനെ സാധിക്കുന്നുണ്ട്. കേവലം 25 വയസ്സ് മാത്രം പ്രായമുള്ള സമയത്താണ് അദ്ദേഹം പുരോഹിതനായിട്ട് നിയോഗിതനാകുന്നത്, അഭിഷിക്തനാകുന്നത്. 1562 അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ മരിക്കുന്ന ഒരു സംഭവം കൂടി അതിന് തൊട്ട് മുമ്പ് ഉണ്ടാകുന്നുണ്ട്. വലിയ വിശുദ്ധിയുടെ നിറവായിട്ട് ജീവിച്ച ഈ ചാൾസിന് ജ്യേഷ്ഠൻ്റെ മരണം തകർക്കുകയല്ല, അദ്ദേഹത്തെ ഉന്നതമായ ഒരു ചിന്തയിലേക്കും ഉയർന്ന വിശുദ്ധിയുടെ തലത്തിലേക്കും നയിക്കുന്നതിനാണ് അത് കാരണമാകുന്നത്. സ്വന്തം സഹോദരൻ്റെ മരണം അദ്ദേഹത്തെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്, ഒത്തിരിയേറെ ദുഃഖിപ്പിച്ചു, ആകപ്പാടെ അദ്ദേഹത്തെ വല്ലാതെ അത് ഉലച്ചു. പക്ഷെ അതെല്ലാം കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കാൻ, ഈ ഭൗതിക സമ്പത്തിൻ്റെ നിസ്സാരതയെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ബോധ്യപ്പെടാൻ, ജീവിതം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കാനുള്ളതാണ്, സമ്പൂർണ്ണമായൊരു സമർപ്പണത്തിനാണെന്നുള്ള ആഴമായ ചിന്തകളിലേക്ക് നയിക്കുന്നതിനും ഉയർന്ന വിശുദ്ധിയുടെ തലങ്ങളിലേക്ക് വളരുന്നതിനും ഈ മരണം കാരണമാവുകയാണ് ചെയ്തത്.
അതുകൊണ്ട് തന്നെ അദ്ദേഹം പൗരോഹിത്യത്തിലേക്ക് സാവധാനം നടന്നെടുത്തു. 1563 അദ്ദേഹം പുരോഹിതനായിട്ട് അഭിഷിക്തനായി തീർന്നു. ഏറെ വൈകാതെ അദ്ദേഹം മിലാനിലെ ആർച്ച് ബിഷപ്പായിട്ട് നിയോഗിതനായി. മിലാനിലെ ആർച്ച് ബിഷപ്പ് എന്ന് പറയുന്നത് അത്ര ഉന്നതമായ ഒരു പദവിയാണ്. മിലാൻ കത്തീഡ്രൽ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ദൈവാലയങ്ങളിൽ പെടുന്ന ഒന്നാണത്. 1386 മിലാൻ കത്തീഡ്രലിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. ഏതാണ്ട് 6 നൂറ്റാണ്ടുകളെടുത്തു അത് പൂർത്തിയാക്കാനായിട്ട്. ശ്രദ്ധേയമായ, ലോകത്തിലെ തന്നെ സവിശേഷമായ പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന ഒരു ഗോത്തിക് കത്തീഡ്രലാണത്. ഈ കത്തീഡ്രലിൻ്റെ പുരോഗതിയിൽ, അതിൻ്റെ പണിയിലുമൊക്കെ ചാൾസ് ബൊറോമിയോ എന്ന മെത്രാപ്പൊലീത്ത വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, രൂപതയുടെ വൈവിധ്യമാർന്ന പ്രവർത്തന മേഖലകളിലേക്ക് വിശുദ്ധനും പണ്ഡിതനുമായ ഈ പുണ്യവാൻ കടന്നു ചെല്ലുകയാണ് മെത്രാപ്പൊലീത്ത. വിവിധ മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. വളരെ ഒരു ഉന്നതമായ നിലയിലേക്ക് അജപാലന മേഖലകളെ വളർത്തിയെടുക്കാനായിട്ട് ഈ പുണ്യവാനായ മെത്രാപ്പൊലീത്തായ്ക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ആഞ്ചലോ സ്കോള എന്ന ഇന്ന് നിലവിലിരിക്കുന്ന കാർഡിനൽ ആഞ്ചലോ സ്കോള മിലാനിലെ മെത്രാപ്പൊലീത്തയാണ്. അപ്പോൾ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു വന്ന പ്രമുഖരായ പല കർദിനാൾമാരും പല മെത്രാപ്പൊലീത്തമാരും അലങ്കരിച്ചിരുന്ന ഒരു ഉന്നതമായ പദവിയാണ് മിലാൻ കത്തീഡ്രലിലെ മിലാൻ അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത ആയിരിക്കുക എന്ന് പറയുന്നത്. അത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന് ആ ഒരു അംഗീകാരം സഭ നൽകി. ദൈവം അദ്ദേഹത്തെ അംഗീകരിക്കുകയും ചെയ്തു. പിന്നീട് ഉണ്ടായ ഒരു വസന്ത് 1576 ഏതാണ്ട് 16-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ മിലാനിനെ വളരെ ശക്തമായിട്ട് പിടിച്ചുലച്ചു കളഞ്ഞ ഒരു വലിയ വസന്തയുണ്ടായി. 60,000-ഓളം പേർക്ക് ഓരോ ദിവസവും ഭക്ഷണം എത്തിക്കുന്നതിന് ഈ ആർച്ച് ബിഷപ്പ് തന്നെ, ചാൾസ് ബൊറോമിയോ തന്നെ നേതൃത്വം കൊടുത്തു. അദ്ദേഹം അതിന് വേണ്ടി ആവശ്യമുള്ളതെല്ലാം ചെയ്തു തീർത്തു. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾ നേരിട്ട് ഈ രോഗബാധിത മേഖലകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അദ്ദേഹം ശ്രമിച്ചു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ മുകളിലിരുന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്യുകയല്ല, നേരിട്ട് ജനങ്ങളിലേക്ക്, രോഗബാധിതമായ മേഖലകളിലേക്കൊക്കെ ഇറങ്ങിച്ചെന്നുകൊണ്ട് ജനങ്ങളുടെ ഇടയിലായിരുന്നു കൊണ്ട് അവരെ ശുശ്രൂഷിക്കുവാനായിട്ട് പുണ്യവാന് സാധിച്ചു. എങ്കിലും അദ്ദേഹത്തിന് വസന്തയുടെ യാതൊരു ആഘാതം ഉണ്ടായില്ല, അദ്ദേഹം രോഗബാധിതനായില്ല. ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം അദ്ദേഹത്തിന് ലഭിച്ചു. അങ്ങനെ മെത്രാൻ്റെ ജീവിതവും ശൈലിയും അജപാലന തീക്ഷ്ണതയും ഒക്കെ ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ആഴമായ വിശുദ്ധിയുടെ അനുഭവങ്ങളായി പതിഞ്ഞു. അദ്ദേഹത്തിൻ്റെ വലിയൊരു ലക്ഷ്യമായിരുന്നു വൈദികരുടെ വിശുദ്ധീകരണം. മിലാനിലെ വൈദികരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം പൂർണ്ണമായി സമർപ്പിച്ചു. വളരെ ത്യാഗപൂർവ്വം തൻ്റെ ജീവിതം സമർപ്പിക്കുകയാണ്. അതിനുവേണ്ടി പരിത്യാഗ പ്രവർത്തികൾ ചെയ്യാൻ, കഠിനമായിട്ട് ഉപവസിക്കുവാൻ, കഷ്ടപ്പെട്ട് ജോലികളിലേക്ക് ഇറങ്ങാൻ, അജപാലന മേഖലകളിലൂടെ അല്പം പോലും തൻ്റെ ആരോഗ്യത്തെക്കുറിച്ചോ തൻ്റെ സ്വകാര്യ ചിന്തകളെക്കുറിച്ചൊന്നും യാതൊരുവിധ ശ്രദ്ധയുമില്ലാതെ മുഴുവൻ സമയവും തൻ്റെ അജപാലന മേഖലയ്ക്ക് വേണ്ടി, അതിരൂപതയ്ക്ക് വേണ്ടി അദ്ദേഹം ഇറങ്ങിത്തിരിക്കുകയാണ്. സ്വന്തം സ്വത്തുവകകളൊക്കെ അദ്ദേഹം ഈ രൂപതയുടെ വൈവിധ്യമാർന്ന വികസനത്തിന് വേണ്ടി തന്നെ സമർപ്പിക്കുന്നുണ്ട്. എല്ലാം പാവങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുവാൻ തയ്യാറായ അദ്ദേഹം തൻ്റെ രൂപതയുടെ വികസനത്തിന് വേണ്ടിയും തനിക്ക് ലഭ്യമായിരുന്ന സമ്പത്ത് മുഴുവനും ചെലവഴിക്കുന്നു. 6 സെമിനാരികൾ അദ്ദേഹം രൂപം കൊടുക്കുന്നുണ്ട്, ജനങ്ങളുടെ തന്നെ സഹകരണത്തോടു കൂടി. അതുകൂടാതെ വിവിധ ആതുരാലയങ്ങൾ, ആശുപത്രികൾ, വിവിധ തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇങ്ങനെ അങ്ങോട്ട് സമഗ്രമായ ഒരു പുരോഗതിയുടെ വഴിയിലേക്ക് അതിരൂപതയെ നയിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ ചെലവഴിക്കുകയാണ്. ജനങ്ങളുടെ ഹൃദയങ്ങളിൽ പതിഞ്ഞൊരു വ്യക്തി. അതേസമയം തന്നെ അദ്ദേഹത്തിന് ഈ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് എതിർപ്പുകളും ധാരാളമായിട്ടുണ്ടായി. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ കുരിശിൻ്റെ ഒരു നിഴൽ അവിടെയൊക്കെ വീഴാറുണ്ടല്ലോ. പലതരത്തിലും അദ്ദേഹത്തിൻ്റെ നവീകരണ പ്രസ്ഥാനങ്ങൾക്ക് ശക്തമായ എതിർപ്പുകളും ഭീഷണികളും വിവിധ മേഖലകളിൽ നിന്നും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതിലൊന്നും തളരാതെ ധീരമായിട്ട് അദ്ദേഹം മുന്നേറുകയാണ്. 1584 അദ്ദേഹം നിത്യതയിലേക്കുള്ള തൻ്റെ വിളിക്ക് ഉത്തരം കൊടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതം ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വീകാര്യമായ ഒരു ബലിയായിരുന്നു. എല്ലാവിധ സുഖ സൗകര്യങ്ങളും ആസ്വദിച്ച് ജീവിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു ജീവിതം, സമ്പത്തിൻ്റെ നടുവിലേക്ക് പിറന്നു വീണ ഒരു ജീവിതം, സമ്പത്തിൻ്റെ ഒരു തരത്തിലുള്ള ആഘാതങ്ങളും ഏൽക്കാതെ, ഒരു പോറലും ഏൽക്കാതെ ദൈവസന്നിധിയിൽ സമ്പൂർണ്ണമായി സമർപ്പിച്ചതിൻ്റെ സുഹൃതമായിരുന്നു ആ ജീവിതത്തിൽ മുഴുവനും ശോഭിച്ചിരുന്നത് നമ്മൾ തിരിച്ചറിയണം. കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളൊക്കെ അദ്ദേഹം ഉൾക്കൊണ്ട് ആ ജീവിതത്തിൻ്റെ സൗകര്യങ്ങളെയെല്ലാം അവഗണിച്ചുകൊണ്ട് ത്യാഗനിർഭരമായൊരു ജീവിതത്തിലൂടെ ആത്മായ പ്രേക്ഷിതൻ എന്ന നിലയിൽ
വൈദികൻ എന്ന നിലയിൽ, മിലാനിലെ ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ ഒക്കെ മഹത്തായ സ്ഥാനങ്ങളാൽ അലങ്കൃതനായ കാർഡിനൽ ചാൾസ് ബൊറോമിയോ എന്നും മനുഷ്യഹൃദയങ്ങളിൽ ജീവിക്കുന്നു. 1584 അദ്ദേഹം മരിച്ചതിന് ശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ സിമിത്തേരിയിലേക്ക്, കുഴിമാടത്തിലേക്ക് ധാരാളം ആളുകളുടെ പ്രവാഹം ഉണ്ടായി. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധനാണെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെ ധാരാളം ഭക്തജനങ്ങൾ അവിടെ വന്ന് അദ്ദേഹത്തെ വണങ്ങാനും മധ്യസ്ഥം പ്രാർത്ഥിക്കാനും അനുഗ്രഹങ്ങൾക്ക് വേണ്ടി യാചിക്കാനും ഒക്കെ എത്തിക്കൊണ്ടിരുന്നു. അവരെത്തിയപ്പോഴൊക്കെ തങ്ങളുടെ കയ്യിലുള്ള വിലപ്പെട്ട സ്വർണ്ണാഭരണങ്ങളും വസ്തുക്കളും കാഴ്ചകളും ഒക്കെ അദ്ദേഹത്തെ അടക്കം ചെയ്തിരുന്ന സിമിത്തേരിയിൽ തന്നെ സമർപ്പിച്ചിട്ടാണ് പോയത്. കാരണം അദ്ദേഹം അത് മുഴുവനും പാവങ്ങൾക്ക് വേണ്ടി കൊടുത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാദാന്തികത്തിൽ തങ്ങൾക്കുള്ള സമ്പത്ത് മുഴുവനും സമർപ്പിക്കുന്നതിൽ അവരർത്ഥം കണ്ടെത്തി. ദൈവത്തിനുള്ള സമർപ്പണമായിട്ട്, ദൈവഹിതത്തിന് മുമ്പിലുള്ള തങ്ങളുടെ ജീവിത സമർപ്പണമായിട്ടാണ് ഭക്തജനങ്ങളൊക്കെ അത് കണ്ടിരുന്നത്. ധാരാളം അത്ഭുതങ്ങൾ തന്നെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ സംഭവിച്ചു. 1606 അദ്ദേഹത്തിൻ്റെ കുഴിമാടം നാമകരണ നടപടിയുടെ ഭാഗമായിട്ട് പേപ്പൽ ഡെലഗേറ്റിൻ്റെ ഒക്കെ സാന്നിധ്യത്തിൽ തുറന്നപ്പോഴതാ അത്ഭുതകരമായ വിധം അഴുകാത്ത ശരീരം ശോഭയോടെ ഇരിക്കുന്നത് കാണുന്നതിനിടയായി. അത് പ്രത്യേക സംരക്ഷണത്തിൽ ഒരു വർഷത്തേക്ക് മാറ്റി ആദരവോടുകൂടി സ്ഥാപിക്കാനിട വന്നു. 1607 വീണ്ടും അത് പ്രത്യേക ബഹുമതികളോടുകൂടി അൾത്താരയ്ക്ക് സമീപത്തായിട്ട് അടക്കുകയുണ്ടായി. ഇങ്ങനെ പ്രത്യേകമായ വിധം രൂപീകരിക്കപ്പെട്ട വെള്ളി കൊണ്ട് തന്നെ നിർമ്മിച്ച ഒരു അൾത്താരയിൽ വെള്ളി പേടകത്തിലാണത് സംസ്കരിക്കാനിടയായത്. സ്പെയിനിലെ ഫിലിപ്പ് 4 രാജാവാണ് ഇങ്ങനെ നിർമ്മിച്ച വെള്ളിപ്പേടകം സംഭാവനയായിട്ട് നൽകിയത്. അങ്ങനെ ദൈവത്തിൻ്റെ കരുണയുടെ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ, വിശുദ്ധിയുടെ അടയാളമായിട്ട് മാറിയ പുണ്യവാനായ ചാൾസ് ബൊറോമിയോ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഇന്നും ജീവിക്കുന്നുണ്ട്. മിലാൻ എന്ന പ്രദേശത്തിൻ്റെ തന്നെ ഒരു നിറവായിട്ട് അദ്ദേഹം മാറി. മിലാൻ ചരിത്രത്തിൽ പലതുകൊണ്ടും അറിയപ്പെടുന്ന സ്ഥലമാണല്ലോ. AD 313 മിലാൻ വിളംബരം തന്നെ ശ്രദ്ധേയമായ ഒന്നാണ്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി സഭയ്ക്ക് സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് പുറപ്പെടുവിച്ച മഹത്തായ ശ്രദ്ധേയമായ മിലാൻ വിളംബരത്തിലൂടെയാണ് സഭ അതിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക്, പീഡനങ്ങളുടെ കാലം വിട്ടിട്ട് സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിച്ചത്. അങ്ങനെ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിച്ച സഭയ്ക്ക് എല്ലാ തരത്തിലുമുള്ള ഭൗതികമായ വളർച്ചയും കൂടി ഉണ്ടായി. ഇങ്ങനെയൊക്കെ ഉണ്ടായ ഭൗതിക വളർച്ചയുടെ ഒക്കെ ഒരു നെറുകയിലായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്, 16-ാം നൂറ്റാണ്ടിലാണ് ഈ വിശുദ്ധൻ്റെ ജനനവും ജീവിതവും ഒക്കെ. അപ്പോൾ എല്ലാ തരത്തിലുമുള്ള സാമ്പത്തിക വളർച്ചയുടെ, കുടുംബപരമായിട്ടും സഭാപരമായിട്ടും ഒക്കെയുള്ള നേട്ടങ്ങളുടെ നെറുകയിൽ പിറന്നു വീണ ഒരു മനുഷ്യൻ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് തമ്പുരാന് വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി ജീവിതം മുഴുവൻ സമർപ്പിച്ചതിൻ്റെ സുഹൃത നിറവാണ് വിശുദ്ധ ചാൾസ് ബൊറോമിയോയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. ഈ വിശുദ്ധൻ്റെ ജീവിതത്തിൻ്റെ അത്ഭുതാവഹമായ വഴികളിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു. ആ ജീവിതത്തിൻ്റെ നാൾ വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നിറഞ്ഞു നിന്നിരുന്ന സുഹൃതത്തിൻ്റെ സുഗന്ധം അനുഭവിക്കാനും അത് ജീവിതത്തിൽ പറിച്ചു നട്ട് പ്രാവർത്തികമാക്കാനും ഒക്കെ നമുക്കും ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാം. വലിയ പുണ്യവാനായ വിശുദ്ധ ചാൾസ് ബൊറോമിയോയുടെ ജീവിതത്തിൻ്റെ യാത്രാ വഴികളിലെ സുവിശേഷ മൂല്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. സമ്പത്തിൻ്റെ നടുവിൽ പിറന്ന ആ ജീവിതം ഭൗതികമായ ഏതൊരു സാധ്യതയും വളർച്ചയുടെ വഴികളിൽ ഉണ്ടായിരുന്നു. പക്ഷേ അത്തരം ഭൗതിക ചിന്തകൾക്ക് അല്പം പോലും അടിപ്പെടാതെ യഥാർത്ഥ സമ്പത്ത് എന്താണെന്ന് ചെറുപ്രായത്തിലെ തിരിച്ചറിഞ്ഞ ഒരു വലിയ വിശുദ്ധൻ, കേവലം 12 വയസ്സിൽ തന്നെ തനിക്കുള്ളതൊക്കെ മറ്റുള്ളവർക്ക്, പാവങ്ങൾക്ക് കൊടുത്തിട്ട് തനിക്ക് അത്യാവശ്യത്തിനുള്ളത് മാത്രം തന്നാൽ മതി, ജീവിക്കാനുള്ളത് മാത്രം എന്ന് അപ്പനോട് പറയാനുള്ള ആന്തരിക കാഴ്ച കിട്ടിയ ഒരു മനുഷ്യൻ. സമ്പത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം, ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെ സ്വയം കണ്ടെത്തിയ അനുഭവങ്ങൾ, ഇതൊക്കെ ഈ കാലത്തിന് ഏറെ പ്രധാനപ്പെട്ടതാണ്. യഥാർത്ഥ സമ്പത്ത് എന്താണെന്ന് ഇത്രയും ചെറിയ പ്രായത്തിലെ തിരിച്ചറിയാൻ പറ്റുന്നതിൻ്റെ വെളിച്ചം അസാധാരണമാണ്. സമ്പത്തിനെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്ന് പലപ്പോഴും കാലത്തിന്, ഈ കാലഘട്ടത്തിന് പ്രത്യേകിച്ചും തീരെ അറിവില്ലാതെ പോകുന്നുണ്ട്. ഒരു അജ്ഞതയുടെ തിമിര പടലം അറിഞ്ഞും അറിയാതെയും എൻ്റെയും നിങ്ങളുടെയും ഒക്കെ കണ്ണുകളിലേക്ക് പടർന്നു കയറുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. സമ്പത്തിന് മീതെ, അല്ലെ പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്ന് ആരോ പറഞ്ഞെന്ന പേരിൽ നമ്മളതൊക്കെ വിശ്വസിക്കുന്നു. അത്രമാത്രം സമ്പത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സമ്പത്തുണ്ടെങ്കിൽ എല്ലാം ഉണ്ട്, എല്ലാം ആകാം എന്ന ഒരു വല്ലാത്ത തെറ്റുദ്ധാരണയുടെ വഴിയിലേക്ക് ഇന്ന് നമ്മുടെ മനസ്സൊക്കെ ഇടിഞ്ഞു വീഴുന്നുണ്ട്. അതിൻ്റെ ഫലങ്ങൾ ദൂരവ്യാപകമാണ്. വലിയ ദുരന്തങ്ങളായിരിക്കും പിന്നീട് കുടുംബത്തിലും സമൂഹത്തിലും അതുവഴി ഉണ്ടാകുന്നതെന്ന കാര്യവും നമുക്ക് ഓർത്തിരിക്കാം. ഈശോ
തൻ്റെ ശുശ്രൂഷയുടെ പരസ്യജീവിതത്തിൻ്റെ വഴികളിൽ പഠിപ്പിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ സമീപിക്കുന്നുണ്ട്. ധനികനായ ഒരു ചെറുപ്പക്കാരൻ, അധികാരി, സ്വർഗരാജ്യം അവകാശപ്പെടുത്താൻ എന്തു ചെയ്യണമെന്ന ചോദ്യവുമായിട്ട്. നിത്യജീവൻ അവകാശമാക്കണമെങ്കിൽ എന്തു ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന കൂടെ അയാളെ ഈശോ സ്നേഹത്തോടു കൂടി അയാൾ നിയമങ്ങൾ അനുസരിക്കുന്നവനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് നോക്കിയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ സമ്പത്ത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഇരുട്ടടി കിട്ടിയ പോലെ ആ മനുഷ്യൻ അവിടെ വന്ന് ഞെട്ടിത്തരിക്കുകയാണ്. എന്തു ചെയ്യണമെന്നറിയില്ല. അയാളുടെ ജീവിതത്തിൽ നിയമങ്ങൾ അയാൾ അനുസരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുമ്പോഴും യഥാർത്ഥത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ട ഒന്നാം സ്ഥാനം കൊടുത്തിട്ടില്ല. എല്ലാത്തിൻ്റെയും ഉടമയായ, സകലത്തിൻ്റെയും നാഥനായ തമ്പുരാനെ മുഴുഹൃദയത്തോടും മുഴുവാത്മാവോടും സർവ്വശക്തിയോടും കൂടി സ്നേഹിക്കണം എന്ന പ്രമാണം അനുസരിക്കുന്നുണ്ടെന്ന് തോന്നുമ്പോഴും പ്രാധാന്യം കൊടുക്കുന്നില്ല. അതുകൊണ്ട് അയാളുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ദൈവം എവിടെയോ താഴെയാണ്. സമ്പത്ത് ആകട്ടെ ദൈവസ്ഥാനത്തും. അയാൾ നിരാശനായിട്ട് മടങ്ങി എന്നാണ് സുവിശേഷം പറഞ്ഞു വെക്കുന്നത്. ഈശോ പറയും, ധനികൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണെന്ന്. തൻ്റെ കൂടെയുള്ള ശിഷ്യരൊക്കെ അന്താളിച്ച് നിൽക്കുകയാണ്. ഈ വാക്കുകൾക്ക് എന്താ അർത്ഥം? ഞങ്ങൾ എന്തു ചെയ്യണം? ഞങ്ങൾ നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്ത് പ്രതിഫലം എന്ന് ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞു വെക്കും, എന്നെ പ്രതി എല്ലാം വിട്ടുകൊടുത്തവർക്ക് എല്ലാം 10 മടങ്ങായിട്ട് ഈ ഭൂമിയിൽ തന്നെ കിട്ടും, നിത്യതയും സ്വർഗരാജ്യവും. അപ്പോൾ ഈ ഭൂമിയിൽ തന്നെ യഥാർത്ഥത്തിൽ നാം സമർപ്പിക്കുമ്പോൾ, കൊടുക്കുമ്പോൾ തമ്പുരാൻ കൃപ ചൊരിയും എന്നുള്ളതിൻ്റെ തെളിവാണ് അവിടുത്തെ വചനങ്ങളൊക്കെ. ഫിലിപ്പ് രാജാവ് നാടുകൾ കീഴടക്കി, രാജ്യങ്ങൾ പിടിച്ചടക്കി മുൻപോട്ട് കുതിക്കുന്ന വേളയിൽ അലക്സാണ്ടർ പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് വേണ്ടി ഞാൻ രാജാവാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പിടിച്ചെടുക്കാൻ കുറച്ച് മിച്ചം വെച്ചേക്കണം. ആർത്തി പൂണ്ട് അയാൾ രാജസ്ഥാനത്തേക്ക് എത്തുമ്പോഴും എല്ലാം പിടിച്ചടക്കിയിട്ട് എല്ലാത്തിൻ്റെയും അധിപനായിട്ട് ധനത്തിൻ്റെ മീതെ ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അധികാരത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി ആർത്തി പൂണ്ട അലക്സാണ്ടർ ചക്രവർത്തി, മാസിഡോണിയക്കാരനായ അലക്സാണ്ടർ തൻ്റെ വിജയഗാഥ തേരോട്ടം ആരംഭിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾ എല്ലാം പിടിച്ചടക്കിക്കൊണ്ട് പലസ്തീനായും ഒക്കെ കീഴടക്കി യൂറോപ്പിലേക്ക് കടന്നിട്ട് അങ്ങനെ ജൈത്രയാത്ര തുടരുന്ന വഴിയിൽ അദ്ദേഹം എല്ലാം സ്വന്തമാക്കി എല്ലാത്തിൻ്റെയും അധിപനാകാമെന്ന് വ്യാമോഹിച്ചെങ്കിലും അതിനിടയായില്ല. കേവലം 33 വയസ്സിൽ ജ്വരം ബാധിച്ച് അദ്ദേഹം പിടഞ്ഞു മരിക്കുന്ന ഒരു വേള. അദ്ദേഹം പറഞ്ഞതായിട്ട് അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യം, എനിക്ക് കൊണ്ടുപോകാൻ ഒന്നുമില്ല. ലോകം മുഴുവനും കീഴടക്കാൻ ശ്രമിച്ച അലക്സാണ്ടർ ചക്രവർത്തിക്ക് കൊണ്ടുപോകാൻ ഒന്നുമില്ല എന്നുള്ളതിൻ്റെ തെളിവായിട്ട് മൃതമഞ്ചത്തിൻ്റെ പുറത്തേക്ക് എൻ്റെ കരങ്ങൾ നീട്ടിവെച്ചിരിക്കണം, തുറന്ന കൈ, ഒന്നുമില്ല എന്ന് പറയാൻ ഇദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് അങ്ങനെ ഒരു സാക്ഷ്യപ്പെടുത്തലുണ്ട്. ഏതായിരുന്നാലും ജീവിതത്തിൽ പലതും വെട്ടിപ്പിടിക്കണമെന്ന് വ്യാമോഹിച്ചുകൊണ്ട് എല്ലാത്തിനെയും തച്ചുടച്ച് തകിടം മറിച്ചുകൊണ്ട് മുൻപോട്ട് പോയ ആ ജീവിതം 33-ൽ മുറിഞ്ഞു വീണില്ലേ? ഒന്നും സ്വന്തമായിട്ട് കൊണ്ടുപോകാനില്ലെന്ന സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ്റെ ജീവിതം അവിടെ തീരുകയാണ്. സമ്പത്തിന് വേണ്ടിയിട്ടുള്ള അമിതമായ ആഗ്രഹങ്ങൾ അത് അപകടകരമാണെന്നുള്ളതാണ് സത്യം. പഴയ ആ ടോൾസ്റ്റോയ് കഥ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാകാം. 6 അടി മണ്ണിൻ്റെ കഥ. കർഷകൻ കഷ്ടപ്പെട്ട് ഒന്നും തനിക്ക് തൻ്റെ ജീവിതത്തിൽ കൂട്ടിമുട്ടിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന ചിന്തയോടുകൂടി രാജാവിൻ്റെ അടുത്ത് എന്നിട്ട് സങ്കടം പറയുകയാണ്. ജീവിക്കാൻ മാർഗമില്ല, സഹായിക്കണം. രാജാവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്തു, നിനക്ക് നടന്നത്രയും ഭൂമി സ്വന്തമാക്കി എടുക്കാം. പ്രഭാതത്തിൽ നടന്നു തുടങ്ങാം, സന്ധ്യാവേളയാകുമ്പോൾ തിരിച്ചെത്തണം നീ നടന്നു തുടങ്ങിയെടുത്ത്. അത്ര തന്നെ, നീ യാത്ര ചെയ്യുന്ന അത്രയും സ്ഥലം നിനക്ക് സ്വന്തം. എന്തൊരു വലിയ ഭാഗ്യം! അയാൾക്ക് വലിയ സന്തോഷമായി. രാജാവ് അയാളെ അനുധാവനം ചെയ്യുന്നുണ്ടായിരുന്നു രഥത്തിൽ. അദ്ദേഹം നടത്തം ആരംഭിച്ചു. പ്രഭാതത്തിൽ ആരംഭിച്ച നടത്തം എന്തിനാ ഇത്ര പതുക്കെയാക്കുന്നതെന്ന് കരുതി ധൃതിയിൽ നടക്കാൻ ആരംഭിച്ചു. പിന്നീട് അയാൾ വിചാരിച്ചു, ഒന്നാ പിന്നെ ഓടിയേക്കാം, ഓടിയാൽ അത്രയും ഭൂമി എനിക്ക് സ്വന്തമാക്കാമല്ലോ, അത് മുഴുവൻ എൻ്റെ സ്വന്തം പേരിൽ എനിക്ക് എഴുതി കിട്ടുമെന്നർത്ഥം. അയാൾ ഓട്ടം ആരംഭിച്ചു. സമയവും കാലവും ജീവിതവും എല്ലാം മറന്ന് ആർത്തിപൂണ്ട ഒരു ഓട്ടം. ഈ ആർത്തിപൂണ്ട ഓട്ടം ഉച്ച കഴിഞ്ഞിട്ടും അയാൾ അവസാനിപ്പിക്കുന്നില്ല. പിന്നീടൊന്നും തിരിഞ്ഞു നോക്കാൻ അയാൾ തയ്യാറല്ല. ലക്ഷ്യം മറന്നുകൊണ്ട് അയാൾ ഓടുകയാണ്. ഉച്ചതിരിഞ്ഞ് കുറേ സമയമായപ്പോഴേക്കും ഒരു ഇത്തിരി വെളിച്ചം. അയാൾ ഓർത്തു, ഓടാൻ തുടങ്ങി അല്ലെ നടക്കാൻ തുടങ്ങിയ സ്ഥലത്ത് തിരിച്ചെത്തിയാൽ മാത്രമേ തനിക്ക് ഭൂമി കിട്ടുകയുള്ളെന്ന രാജാവിൻ്റെ നിബന്ധന. ആ നിമിഷം അയാൾ തിരിച്ചു നടക്കാൻ നടന്നല്ല, ഓടാൻ ആരംഭിക്കുകയാണ്. തിരിച്ചെത്ര ഓടിയിട്ടും അയാൾക്ക് എങ്ങും എത്താൻ കഴിയുന്നില്ല. ഒരുപാട് കാതം പിന്നിട്ട് കഴിഞ്ഞു. അയാൾ തളർന്ന് അവശനായിട്ട് കിതച്ച് അവിടെ രാജാവിൻ്റെ രഥത്തിൻ്റെ മുൻപിൽ മരിച്ചു വീഴുന്നു. അയാൾക്കും കിട്ടി 6 അടി മണ്ണ്. ആർത്തി പൂണ്ടോടിയ കർഷകന് 6 അടി മണ്ണിൽ അവിടെ അവസാനിക്കുക. നമ്മുടെയൊക്കെ ജീവിതം അങ്ങനെ ആർത്തിയിൽ അവസാനിക്കാനുള്ളതല്ല. സമ്പത്തിൻ്റെ അർത്ഥം കണ്ടെത്തിക്കൊണ്ട് ശരിയാം വിധം ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ കാവൽക്കാരനായിട്ടും അതിൻ്റെ കാര്യസ്ഥനായിട്ടും മാത്രമാണെന്ന് സത്യം മനസ്സിലാക്കിക്കൊണ്ട് വേണ്ട വിധം വിനിയോഗിക്കാൻ കഴിഞ്ഞാൽ സമ്പത്ത് അനുഗ്രഹമാകുന്നു.
ദൈവം തരുന്നതാണ് സമ്പത്ത്. കാരണം ദൈവമാണ് യഥാർത്ഥ സമ്പത്തും ഉടമയും. അപ്പം ദൈവമാകുന്ന ഉടമ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യസ്ഥതയുടെ കണക്ക് ഞാൻ കൊടുക്കേണ്ടി വരുമ്പോൾ ശരിയാം വിധം ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ, വേണ്ട വിധം പങ്കുവെച്ചിട്ടുണ്ടോ, വേദനിക്കുന്നവർക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടോ, പാവങ്ങളെ പരിഗണിച്ചിട്ടുണ്ടോ, കുടുംബത്തിൽ അത് വേണ്ട വിധം പങ്കുവെച്ചിട്ടുണ്ടോ, സമൂഹത്തിൽ എനിക്ക് ദൈവം ഏൽപ്പിച്ച ഈ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം കൊടുക്കാൻ കഴിയണം. അങ്ങനെയുള്ള ഒരു സാധ്യതയിലാണ് ഞാൻ നിൽക്കേണ്ടത്. അപ്പോൾ ദൈവം എനിക്ക് തന്നിരിക്കുന്ന സമ്പത്തിനെ ദൈവമാകുന്ന സമ്പത്തിൻ്റെ താഴെ മാത്രം കണ്ടുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന വിധം വിനിയോഗിച്ചാൽ അതെല്ലാം അനുഗ്രഹമായി മാറും. ദശാംശം കൊടുക്കുന്നതിൻ്റെ നന്മ അതെല്ലാം അതിനോട് ചേർത്ത് നമ്മൾ വായിക്കണം. അതുകൊണ്ട് കൊടുക്കുന്നവർക്കാണ് ദൈവം തിരികെ നൽകുന്നത് അനുഗ്രഹമായിട്ട്, ഐശ്വര്യമായിട്ട്, കൃപയായിട്ട്, സമ്പത്തായിട്ടൊക്കെ. അങ്ങനെ നമ്മുടെ ഈ ജീവിതത്തെ അനുഗ്രഹീതമാക്കാം, അർത്ഥപൂർണ്ണമാക്കാം. വിശുദ്ധ ചാൾസ് ബൊറോമിയോ നൽകുന്ന ഈ പാഠങ്ങൾ നമുക്ക് സ്വീകരിക്കാം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട സുവിശേഷ മൂല്യമാണ് ശുശ്രൂഷ. മിലാനിലെ ആർച്ച് ബിഷപ്പായിട്ട് അദ്ദേഹം നിയുക്തനായിരുന്ന സമയത്ത് തൻ്റെ സ്ഥാനമാനങ്ങളോ അധികാരങ്ങളോ അങ്ങനെയൊന്നും ചിന്തിക്കാതെ ഇത് ശുശ്രൂഷയുടെ അധികാരമാണ് മെത്രാപ്പൊലീത്തനായിട്ട് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ ആ മനുഷ്യൻ തൻ്റെ യാതൊരുവിധ പ്രതാപങ്ങളോ ചിന്തകളോ അതൊന്നും പരിഗണിക്കാതെ ശുശ്രൂഷയുടെ മേഖലയിലേക്ക് കടക്കുകയാണ്. വലിയൊരു പ്ലേഗ് ബാധയുടെ കാലത്ത് മിലാനിനെ വല്ലാതെ ഗ്രസിച്ചിരുന്ന പ്ലേഗ് ബാധയിൽ അദ്ദേഹം തൻ്റെ ദൈവജനത്തെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവർക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. ഒരുമിച്ച് പങ്കുവെച്ച് മുൻപോട്ട് നീങ്ങുകയാണ്. 60,000-ഓളം പേർക്ക് ഭക്ഷണം കൊടുക്കാൻ ഓരോ ദിവസവും വേണ്ട ഏർപ്പാടുകൾ ചെയ്യുക മാത്രമല്ല ഇറങ്ങി വന്നു. സേവനവും ശുശ്രൂഷയും രണ്ടും ഇത്തിരി വ്യത്യാസമുണ്ടല്ലോ. മുകളിലിരുന്നു കൊണ്ടൊരു കാര്യം പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കുന്നതല്ല യഥാർത്ഥ ശുശ്രൂഷ. മിശിഹായുടെ ജീവിത ശൈലി വിശുദ്ധ ചാൾസ് ബൊറോമിയോ അനുകരിച്ചു. അദ്ദേഹം ഇറങ്ങിച്ചെന്നു. അവരുടെ വേദനകളിലേക്ക്, അവരുടെ ദുഃഖങ്ങളിലേക്ക്, ദുരിതങ്ങളിലേക്ക്, സങ്കടങ്ങളുടെ വഴികളിലേക്ക് ആർച്ച് ബിഷപ്പ് ഇറങ്ങിച്ചെല്ലുകയാണ്. കരുണയുള്ള ഒരു പിതാവിൻ്റെ സാന്നിധ്യം തന്നെ അവർക്ക് സൗഖ്യം പകർന്നു. അവരുടെ സന്നിധി, അവരുടെ അടുത്തെത്തിയിട്ട് ആവശ്യമുള്ളതെല്ലാം പകർന്നു കൊടുക്കാൻ, നേരിട്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ട് അവരെ പരിചരിക്കാനും അദ്ദേഹം തയ്യാറായി. അങ്ങനെ ജനങ്ങളുടെ വേദനയുടെ നടുവിലായിരുന്നു കൊണ്ട്, അവരോടൊപ്പമായിരുന്നു കൊണ്ട് ശുശ്രൂഷയുടെ വലിയ പാഠങ്ങൾ അദ്ദേഹം ജീവിച്ചു. അനേകായിരങ്ങൾക്ക് അത് ആവേശത്തിൻ്റെ തരംഗമായി മാറി. യഥാർത്ഥ ശുശ്രൂഷ മിശിഹായുടെ ജീവിതത്തിൻ്റെ തികവാണല്ലോ. കുരിശിലാണ് അതിൻ്റെ പൂർത്തീകരണം, സഹനത്തിൽ, സമർപ്പണത്തിൽ. അവിടുന്ന് പറയുന്നു, മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകരുടെ വിമോചന മൂല്യമായിട്ട് സ്വന്തം ജീവൻ സമർപ്പിക്കാനും വേണ്ടി. ഈ ശുശ്രൂഷയുടെ ജീവിത ശൈലിയിലേക്ക് ലഭിച്ചിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഒക്കെ വഴികളിൽ നമുക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. യഥാർത്ഥ ശുശ്രൂഷയിലൂടെയാണ് കർത്താവിൻ്റെ കൃപ നമുക്ക് ലഭിക്കുന്നത്. ശുശ്രൂഷ തമ്പുരാൻ്റെ മുമ്പിൽ അനുഗ്രഹീതമായ ഒരു പുണ്യമാണെന്ന് ഓർത്തിരിക്കണം. മിശിഹായുടെ മുഖം മറ്റുള്ളവരിൽ കാണുമ്പോഴാണ് നമുക്ക് ഈ ശുശ്രൂഷയുടെ യഥാർത്ഥ ശൈലിയിലേക്ക് കടക്കാൻ പറ്റുക. മദർ തെരേസായുടെ ജീവിതം അതൊക്കെ തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. വേദനിക്കുന്നവരിൽ, തകർന്നവരിൽ, നിരാധാരരായ വ്യക്തികളിൽ, മുറിവേറ്റവരിൽ, അനാഥ ബാല്യങ്ങളിലൊക്കെ മിശിഹായുടെ സ്നേഹിക്കുന്ന മുഖം, മുറിവേറ്റ മുഖം കണ്ടുകൊണ്ട് അവിടെയെല്ലാം ശുശ്രൂഷയുടെ കൈത്താങ്ങുമായിട്ട് കടന്നു ചെല്ലാൻ അമ്മയ്ക്ക് തയ്യാറായപ്പോൾ അമ്മയോട് ചേർന്ന് ഒരു വലിയ സമൂഹം തന്നെ രൂപപ്പെട്ടു വന്നു. ഇതുപോലെ കുടുംബത്തിൻ്റെ മണ്ണിൽ ആരംഭിക്കണം നമ്മുടെ ശുശ്രൂഷ. വൃദ്ധരായ മാതാപിതാക്കൾ, അംഗവിഹീനരായ വ്യക്തികൾ, ഏതെങ്കിലും തരത്തിൽ വൈകല്യമുള്ളവർ, ബലഹീനതയുള്ളവർ കുടുംബത്തിലുണ്ടെങ്കിൽ ആദ്യം അവരോടുള്ള വലിയ കരുതലും സ്നേഹവും എല്ലാം, പിന്നീട് സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ, ജോലിയിടങ്ങളിലൊക്കെ ഈ ശുശ്രൂഷയുടെ ജീവിതം അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ മിശിഹായോട് ചേർന്നുകൊണ്ട് സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയുമ്പോൾ ഈ ജീവിതത്തിന് ഒത്തിരി സുതാര്യതയുണ്ട്, പ്രകാശമുണ്ട്, അർത്ഥമുണ്ട്. അസീസിയിലെ ഫ്രാൻസിസിനെ പോലെ ശുശ്രൂഷയുടെ അർത്ഥം കണ്ടെത്താൻ ലോകത്തിലെ വിശുദ്ധരായിട്ട് കർത്താവ് ഉയർത്തിയ വ്യക്തികളൊക്കെ ശുശ്രൂഷയുടെ പാഠശാലയിലൂടെ കടന്നുപോയവരാ. ഈ മനോഹരമായ ജീവിതത്തിൻ്റെ സൗന്ദര്യം ശുശ്രൂഷയിലൂടെ അനുഭവിച്ചുകൊണ്ട്, ത്യാഗത്തിലൂടെ സ്വയം സമർപ്പിച്ചുകൊണ്ട് സുവിശേഷ മൂല്യം ജീവിക്കുവാൻ, സുവിശേഷത്തിൻ്റെ ശോഭയിൽ വസിക്കുവാൻ നമുക്ക് സാധിക്കണം. പുണ്യവാനായ ചാൾസ് ബൊറോമിയോയുടെ ജീവിതത്തിൻ്റെ ശ്രദ്ധേയമായ 2 മൂല്യങ്ങളും, ധനത്തെ അതിന് ശരിയാവണ്ണം വിനിയോഗിച്ചതിൻ്റെ ജീവിതശൈലി, ശുശ്രൂഷയുടെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് സ്വയം സമർപ്പിച്ചതിൻ്റെ സുഹൃതം, ഇതൊക്കെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലും നാം ജീവിക്കുന്ന കുടുംബത്തിലും സമൂഹത്തിലും ഇടങ്ങളിലുമൊക്കെ ആവോളം സ്വീകരിച്ചുകൊണ്ട് മിശിഹായുടെ ശിഷ്യത്വ വഴിയിലൂടെ, വിശുദ്ധിയുടെ വഴിയിലൂടെ നമുക്കും സന്തോഷത്തോടെ യാത്ര ചെയ്യാം. ഈ യാത്രയിൽ അവിടുത്തെ കണ്ടുമുട്ടി ആ സന്തോഷത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയട്ടെ. ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ശ്രദ്ധേയമായ അപ്പസ്തോലിക പ്രബോധനം എവാങ്കലി ഗൗദിയും, മിശിഹായെ കണ്ടുമുട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സുവിശേഷത്തിൻ്റെ സന്തോഷം യഥാർത്ഥത്തിൽ ജീവിക്കാൻ പറ്റുക മിശിഹായെ കണ്ടുമുട്ടുമ്പോഴാണ്.
സുവിശേഷത്തിൻ്റെ സന്തോഷമെന്ന ഈ അപ്പസ്തോലിക പ്രബോധനത്തിൽ പിതാവ് പറഞ്ഞു വെക്കുന്ന ആ ഒരു കണ്ടുമുട്ടലിൻ്റെ സന്തോഷം, മിശിഹായിൽ ഒന്നായി തീരുന്നതിൻ്റെയും അവിടുത്തെ കണ്ടുമുട്ടി ജീവിക്കുന്നതിൻ്റെയും സന്തോഷം അനുഭവിച്ചുകൊണ്ട് ശുശ്രൂഷയുടെ നടവഴികളിലൂടെ നമുക്കും യാത്ര ചെയ്യാം. ആ വഴികളിൽ കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് കൂട്ടുണ്ടാകും. അവിടുത്തെ കൃപ നമുക്ക് ശക്തി പകരും. മിഴിപൂട്ടി നമുക്ക് ദൈവസന്നിധിയിലേക്ക് തിരിയാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. പുണ്യമാനായ വിശുദ്ധ ചാൾസ് ബൊറോമിയോയെ ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. ആ ജീവിതത്തിൻ്റെ മഹത്തായ സമർപ്പണ വഴികളിലൂടെ ഞങ്ങൾ കടന്നു വരുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. സമ്പത്തിനു നടുവിലും ജീവിതം സമർപ്പിച്ചുകൊണ്ട് യഥാർത്ഥ സമ്പത്ത് കണ്ടെത്തിയ ആ ജീവിതത്തെ പോലെ നീയാണ് യഥാർത്ഥ സമ്പത്തെന്ന തിരിച്ചറിവിൽ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സാഹചര്യങ്ങളിൽ ആത്മാർത്ഥമായി സ്വയം സമർപ്പിക്കാനും ശുശ്രൂഷയുടെ ജീവിത വഴികളിലൂടെ യാത്ര ചെയ്യാനും ഞങ്ങളെ അനുഗ്രഹിച്ചാലും ഈ മഹാപുണ്യവാൻ്റെ ജീവിതത്തിലെ പാഠങ്ങൾ സുവിശേഷത്തിൻ്റെ ദർശനങ്ങളായി ഞങ്ങളുടെ ഉള്ളിൽ പതിയട്ടെ. ഞങ്ങളുടെ ജീവിതയാത്രകളുടെ വ്യത്യസ്തമായ വഴികളിൽ അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് സമർപ്പിക്കുവാനും അർത്ഥവത്തായ ശുശ്രൂഷയുടെ വഴികളിൽ ജീവിക്കുവാനും ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സമയവും അറിവും കഴിവും സമ്പത്തുമെല്ലാം അങ്ങയുടെ മഹത്വത്തിനായി സ്നേഹപൂർവ്വം സമർപ്പിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, വിശുദ്ധ ചാൾസ് ബൊറോമിയോ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.